ആരാണ്? ഇത് എനിക്കറിയാത്ത ഒരാളാണ്. നമ്മള് എന്റെ അറിയുന്ന സുഹൃത്ത് തന്നതാ. ആണോ? എനിക്കറിയുന്ന ഒരാളൊന്നും അല്ല അറിയാം. നിങ്ങളെ പേരെന്താ? പേര് അബ്ദുള്ള. ഏ അബ്ദുള്ള. കേട്ടില്ല. ഏ കേട്ടില്ല. അബ്ദുള്ള. അബ്ദുള്ള. ഞാൻ മഞ്ചേരിണ്ട്. ആണോ? മഞ്ചേരിന്റെ അറിയാം. ഏത് സുഹൃത്താ നമ്പർ തന്നെ? ആദ്യം ഞാൻ വേറെ ഫ്രണ്ടിന്റെ അടുത്ത് വാങ്ങിയ. ഏത് ഫ്രണ്ടിന്റെ അടുത്ത് നമ്പറുകള്? അത് എന്നെ അറിയുന്ന ബന്ധന്റെ ഒരു സുഹൃത്താണ്. നിന്റെ സുഹൃത്തോ? ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരാളെ നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടാണ്. എങ്ങനെ എന്റെ ഫോട്ടോ കണ്ടോ നിങ്ങള്? ഫോട്ടോ കണ്ടു. അപ്പൊ വളരെ സുന്ദരമായ ഒരു ഐശ്വര്യമായ ഒരു മുഖം ആണല്ലേ? അല്ല നല്ല ഐശ്വര്യമുള്ള മുഖം എന്ന് പറയുമ്പോ ഞാനൊന്ന് പൊന്തിയതാ. നിങ്ങള് അല്ലേ നല്ല ഐശ്വര്യമുള്ള മുഖം എന്ന് പറയുമ്പോ നമ്മളൊന്ന് പൊന്തിയതാണെന്ന് പറയാ. അത് നല്ല ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് ആ ചിത്രം നല്ലതാണോ മോശമാണല്ലേ. ആ മഞ്ചേരിയുള്ള സുഹൃത്താണോ നമ്പർ തന്നെ? അല്ലല്ല, എനിക്ക് ഞാൻ വേറെ പെരുന്തൽമണ്ണ ഞാനവനെ അറിയും, ബന്ധമുണ്ട്. പെരുന്തൽമണ്ണ ഓടക്കൊക്കെ അന്നേറ്റ് ബന്ധപ്പെടുന്നുണ്ട്. എങ്ങനെ ബന്ധപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞേ? കമ്പനി. എന്നൊരു കമ്പനി? അങ്ങനെ കള്ളുകൂടി കമ്പനിയാണോ അതോ വേറെ വല്ല കമ്പനിയാണോ? അങ്ങനത്തെ സാധനമല്ല. പിന്നെ നല്ല ശുദ്ധമായ ഒരാളാ. ആര് ശുദ്ധി? ഞാനോ അതോ അയാളോ? അയാള് അന്നോട് എന്റെ ഫോട്ടോ കണ്ടാ തന്നെ അറിയാം അയാളെ ആള് ശുദ്ധമായ ആളൊക്കെയുള്ള കമ്പനി. അല്ലാത്ത അലവലാജകത്ത് ഉണ്ടാവില്ലെന്ന് തോന്നിയത് എനിക്ക് കണ്ടപ്പോ. ശുദ്ധമായ കമ്പനി ആണെങ്കിലും ആണുങ്ങളായിട്ട് കമ്പനി ആവും പറഞ്ഞാൽ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ ആണുങ്ങളായിട്ട് കമ്പനി ആവില്ലല്ലോ. നല്ല ശരിയാണെങ്കിലും മനുഷ്യന്മാര് ഓരോ ആൾക്കാരുണ്ട്. മുഖം കണ്ടറിയാം, മറ്റേ എല്ലാതും അറിയാം. അപ്പൊ നിങ്ങളെ ഭാര്യ സുന്ദരിയല്ല അല്ലേ? അതല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല എന്നാലും നിങ്ങളെ ഭാര്യ ഇങ്ങനെ കാണാൻ സുന്ദരിയാണോ? ഇല്ലേ, മോശക്കാരിയൊന്നുമില്ല. അതൊന്നുമില്ലോ. രസല്ലേ കാണാൻ നിങ്ങളെ ഭാര്യനെ? നിങ്ങളെ ഭാര്യനെ കാണാൻ രസമൊന്നുമില്ലേ? മക്കളൊന്നും രസല്ലേ കാണാന്? മക്കള് എന്റെ മക്കള് ആമക്കളല്ല. ആമക്കളാ? പെങ്ങന്മാരോ? അവരൊന്നും എല്ലാവരും കെട്ടിച്ചിട്ടേ. അല്ല കെട്ടിച്ചു പോയിക്കോട്ടെ, കെട്ടിച്ചു പോയാലും രസമുള്ള ഫോട്ടോ കണ്ടാ ഫോൺ ചെയ്യാലോ. അങ്ങനെയല്ലല്ലോ. പിന്നെ എങ്ങനെ? നമ്മളിപ്പോ കണ്ടോണ്ടല്ലേ വിളിച്ചാല് നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ വിളിക്കുന്നത്. ആണോ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോന്ന് പറഞ്ഞാല്? നമ്മളൊന്നുമില്ല, നമ്മള് നല്ല ഫ്രണ്ട്സാണ്, ആള് നല്ല കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞു. ആണല്ലേ? നല്ല ഫ്രണ്ട്സ്. അയാളുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്സ് ആണെന്നാണോ പറഞ്ഞേ? ആളിപ്പോ ഏതാണാവോ? ഞാനായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ഉള്ള ഒരാളെ ഞാൻ അറിയണല്ലോ. പെരുന്തൽമണ്ണ ഭാഗത്താരും കമ്പനി ഉണ്ടോ? പെരുന്തൽമണ്ണ ഭാഗത്ത് കമ്പനി ഇല്ല. അയാള് പറയും ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണെന്ന്. അയാളെ പെണ്ണുങ്ങളെ കാണാൻ ചുരുക്കുണ്ടോ? ഞാനിത് കണ്ടിട്ടില്ലേ. അതെന്താ നിങ്ങള് കാണാൻ? നിങ്ങൾ ചുരുക്കുള്ള പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കണേ അതും കാണണ്ടേ? അപ്പൊ നിങ്ങളിപ്പോ എന്നെ വിളിച്ചത് നല്ല കമ്പനി ആവാനല്ലേ? അതെ നന്നായി. ജുമാന്റെ നേരത്തെ തന്നെ ആയതുകൊണ്ട് കമ്പനി തുടങ്ങാം നമുക്കിന്ന്. നിങ്ങൾ കൂടെ ഉള്ളേ? അല്ല ജുമാന്റെ നേരെ നിങ്ങളെ പേരെത്താ? മുസ്ലിം ആണോ? അല്ലേ ജുമാന്റെ നേരെ വല്ല ദാസനോ എന്തെങ്കിലും ആണോ? ജുമാന്റെ നേരത്തെ വിളിച്ചോട് ചോദിച്ചതാ. അബ്ദുള്ള അല്ലേ? പേരൊക്കെ നല്ലതന്നെ, പക്ഷെ ജുമാന്റെ നേരാണെന്നുള്ളൂ. നിങ്ങൾ കൂടെ ഉള്ളെന്നിട്ട് പള്ളിക്കലോ അതോ? ഞാൻ നാട്ടിലുണ്ട്. ഏത് നാട്ടില്? മലപ്പുറം. അപ്പൊ നിങ്ങളിപ്പോ മഞ്ചേരി ഉണ്ട് പറഞ്ഞിട്ട്? ആണോ? നിങ്ങളെന്താ ചെയ്യണേ? കച്ചവടം. ഇങ്ങനെ ആരപ്പോ നമ്പർ സ്ഥലക്കച്ചവടമുള്ള ആളാണോ നമ്പർ തന്നെ? അതെ. ആണല്ലേ? അപ്പൊ നിങ്ങളിപ്പോ ഭയങ്കര സന്തോഷത്തിലാണ്. നല്ല കമ്പനി കിട്ടിയപ്പോ നിങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മള് വിളിക്കും. പറ്റില്ലെങ്കിൽ നമ്മള് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? നിങ്ങൾ ഫോൺ വെക്കരുത്. നിങ്ങളൊക്കെ ഒരു ഈ അബ്ദുള്ള എന്നുള്ള പേര് ഞാനൊക്കെ ചെറുപ്പത്തെ കുട്ടിക്കാലത്ത് പഠിച്ച നബിയുടെ ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന ബി, അങ്ങനെ ഞാൻ പഠിച്ചത്. അത്രയും നല്ലൊരു പേരുള്ളൊരു നിങ്ങള്
ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും ഫോൺ ചെയ്ത് സംസാരിക്കുക, ഇതൊക്കെ എത്ര മോശമുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ ഭാര്യനെ ഒരാൾ വിളിച്ചിട്ട് നിങ്ങളെ ഭാര്യനെ വിളിച്ചിട്ട് നിങ്ങൾ ഒരാൾ സംസാരിക്കണേ, നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ഇതാരാണ് നിങ്ങൾ ഈ നമ്പർ തന്നത്? ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ, എനിക്കിപ്പോ വേണമെങ്കിൽ നിങ്ങളെ നമ്പർ നേരെ സ്റ്റേഷനിൽ കൊടുക്കാം. ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടുമ്പോഴേക്കും സംസാരിക്കാൻ നിങ്ങൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ പറയിപ്പിക്കരുതേ. ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ഈ വെള്ളിയാഴ്ച ചുമ്മാന്റെ നേരത്തെ പള്ളിയിൽ പോയി നിസ്കരിച്ച് ചുമ്മാ ചെയ്യേണ്ട കാര്യങ്ങള് ഒരു പെണ്ണിനെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര മോശമുള്ള കാര്യം നിങ്ങൾക്ക് വല്ല അറിയോ? ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും അയിമപ്പിച്ച് ആടി വരണോ? നിങ്ങൾ ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതോ? നിങ്ങൾക്ക് പെങ്ങന്മാരുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മ ഉണ്ട്. നിങ്ങളെ ഉമ്മാരെ, നിങ്ങളെ പെങ്ങന്മാരെ, നിങ്ങളെ വൈഫിനെ ഒരാള് വിളിച്ച് നിങ്ങൾ സംസാരിച്ച് എന്തായിരിക്കും അവസ്ഥ? എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് നമ്പർ തന്ന ആളെ നമ്പർ എനിക്ക് നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിക്കും. കാരണം എനിക്ക് എന്റെ നമ്പർ സ്പ്രെഡ് ആയിക്കൊണ്ട് നിങ്ങൾ വിളിക്കൂലേ? അല്ലേ, ഞാൻ വനിതാ സെല്ല്, നിങ്ങൾക്ക് അറിയാലോ ഇന്നത്തെ കാലം, വനിതാ സെല്ലിക്ക് ഞാൻ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ പൊക്കും. അപ്പൊ അതിനേക്കാളും നല്ല നിങ്ങള് അല്ല, ഞാൻ ചോദിക്കട്ടെ, വേണമെന്ന് പറഞ്ഞാല് നിങ്ങളൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ കണ്ട പെണ്ണുങ്ങൾ, നിങ്ങൾക്ക് പെണ്ണുങ്ങളില്ലേ, നിങ്ങൾക്ക് ഭാര്യയില്ലേ, വേണമെങ്കിൽ ഒന്നും കൂടി കെട്ടിക്കോളി. ഈ കണ്ട പെണ്ണുങ്ങൾ, നിങ്ങളൊരു കാര്യം മനസ്സിലായി, സ്ത്രീകളെ ഭാവി നിങ്ങളെപ്പോലുള്ള ആളുകൾ നശിപ്പിക്കരുതേ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി നടത്തൂടെ? നിങ്ങൾ എന്തിനാ ഈ പെണ്ണുങ്ങളെ ഫോൺ കാണുമ്പോഴേക്ക് വിളിച്ച് സംസാരിക്കാൻ നിൽക്കണേ? അല്ല, ഒരു കാര്യം, നിങ്ങൾ എന്താ വിചാരിച്ചു സ്ത്രീകൾ എന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അലിഞ്ഞാടാനുള്ള വസ്തുക്കളാന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ? ആ കാലൊക്കെ മാറി കേട്ടോ, ആ കാലം മാറി. നിങ്ങളൊക്കെ വിചാരിച്ചു പെണ്ണുങ്ങള് ഒരു പെണ്ണിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും, ഒരു സാരി തുമ്പ് കാണുമ്പോഴേക്കും ബാക്ക് പോകും. നിങ്ങൾ ശരിക്കും ആൺവർഗത്തിനെ പറയിപ്പിക്കുക ചെയ്യണേ. നിങ്ങൾക്കറിയാതെ എന്റെ ഫോൺ ഫുൾ റെക്കോർഡിംഗാ. ഇത് ഞാൻ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മോശം ഉണ്ടാവും അറിയോ? ഈ കാര്യം മതി, എനിക്ക് ഇതിന്റെ ഫോൺ ഫുൾ റെക്കോർഡിംഗാ, നിങ്ങളെ ഈ സംസാരം മൊത്തം റെക്കോർഡിംഗാ. ഇത് ഞാനാണ് വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആരെ മാറി, എനിക്ക് നിങ്ങൾ നാട്ടിക്കാം. നിങ്ങളെ ഒറിജിനൽ നമ്പർ ഞങ്ങൾ വിളിച്ചത്, നിങ്ങൾ ഫാമിലി കയറിയിട്ട് എനിക്ക് റെക്കോർഡിംഗ് കേൾപ്പിക്കാം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പല ചതിങ്ങളെ, നിങ്ങൾക്ക് എന്താ പെണ്ണുങ്ങൾ, നിങ്ങൾക്ക് പെണ്ണ് ഒരു ഭോഗിക്കാരൊരു പെണ്ണാണ്, നിങ്ങളുടെ വീട്ടിൽ ഭാര്യയുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഭാര്യയുണ്ട്. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കല്യാണം കൂടി കഴിക്കാം. അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ നമ്പർ കാണുമ്പോഴേക്കും ഫോട്ടോ കാണുമ്പോഴേക്കും കയറി ചെല്ല, നിങ്ങൾക്കൊന്നും നാണില്ല? ഇതൊക്കെ നിങ്ങൾക്ക് തുണിയില്ലാതെ റോഡ് കൂടെ നടന്നൂടെ മനുഷ്യ? വിളിക്കണ്ടെന്നല്ല, നിങ്ങൾ ഇന്നല്ല ഒരു പെണ്ണുങ്ങളെ വിളിക്കരുത്. നിങ്ങൾ എന്താ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ നടക്കുക? ഞാനേന്ന് ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടാണ് കാണുന്നേ? നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ സമൂഹത്തിൽ നിങ്ങൾ അതുമതിക്കണോ ചെയ്യിക്കണേ? അതെ, സ്ത്രീകളും ഈ സമൂഹത്തിലൊക്കെ ഒന്ന് ജീവിച്ചോട്ടെ കേട്ടോ. നിങ്ങൾ ആണുങ്ങളുണ്ടെന്ന് വിചാരിച്ചു സ്ത്രീകളെ ഇങ്ങനെ ഭോഗവസ്തു നോക്കി കാണണ്ട. ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കമ്പനി ആവാനേ, നിങ്ങൾക്ക് സംസാരിക്കാനേ, എനിക്ക് നിങ്ങളെ പല തരത്തിലുമാണ് എനിക്ക് നിങ്ങളെ നാട്ടിക്കാൻ പറ്റും. കാരണം എന്റെ ഫോൺ റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ വിളിക്കൂല, ഇനി ഒരു പെണ്ണ് നിങ്ങൾ വിളിക്കാൻ പാടില്ല. നിങ്ങളെന്താ വിളിക്കൂലാന്ന്? ഇനി ഇങ്ങനെ ഇതൊരു കാര്യം ഞാൻ പറയാം, ഇത് ഫുൾ റെക്കോർഡിംഗ് ആണ്. ഈ നമ്പർ ഫുള്ളായിട്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ എടുക്കും. ഞാൻ വനിതാ സെല്ലിക്ക് എന്റെ നമ്പറിലേക്ക് വരുന്ന എല്ലാ നമ്പറും ഞാൻ വനിതാ സെല്ലിൽ കൊടുത്തിട്ട് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഞാൻ ഓരോ വിളിയാണെങ്കിലും മനുഷ്യ ഞങ്ങൾ നാലോചിച്ച് നോക്കി ഒരു പെണ്ണിന്റെ ഫോട്ടോ കാണുമ്പോഴേക്കും അതിനെ വിളിച്ച് സംസാരിക്കും. നിങ്ങൾക്ക് എന്താ വിചാരിച്ചേ? നിങ്ങൾക്ക് വിളിക്കുമ്പോഴേക്കും വന്ന് കടന്നു തരുന്ന സാധനങ്ങളാണ് പെണ്ണുങ്ങളെന്ന് വിചാരിച്ചോ? നിങ്ങൾ എന്താ വിചാരിച്ചു പെണ്ണുങ്ങളെ പറ്റി? പെണ്ണെന്ന് പറഞ്ഞ സൗന്ദര്യം തന്നെ, ആ സൗന്ദര്യം കാണുമ്പോഴേക്കും വീഴ അങ്ങനെ നിൽക്കരുത്. നിങ്ങൾ മോശക്കാരാവേ ചെയ്തേ. വിളിച്ചോക്കെന്ന് പറഞ്ഞ ആ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. മനസ്സിലായോ? അല്ല എങ്കിൽ ആ നമ്പർ നിങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഈ നമ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ കുടുങ്ങൂല. അല്ല എങ്ങനെ നിങ്ങൾ ഇതിന്റെ പറഞ്ഞു? അംശ എന്ന് പറയുന്ന ആ സ്ഥലക്കച്ചവടക്കാരനാണോ? ഞാൻ പൊക്കിക്കോളാം, ഞാൻ പൊക്കിക്കോളാം. അംശനെ ഞാൻ പൊക്കിക്കോളാം. ഓനോട് പറയും. ഓനി നിങ്ങളൊക്കെ എന്തായാലും ഞാൻ സ്റ്റേഷനിൽ വിളിപ്പിക്കാം. ഞാൻ എന്തായാലും ഇപ്പൊ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് മഞ്ചേരി SI ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ വിളിപ്പിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും.